എത്ര കാലം കൊണ്ട് മാറാത്ത ടാൻ, പിഗ്മെൻറ്റേഷൻ, അതുപോലെ തന്നെ കറുത്ത പാടുകൾ, ഒരു ഡൾനെസ് മുഖത്തുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് മാറ്റിയെടുക്കാൻ ഒരു അടിപൊളി സൊല്യൂഷൻ പറഞ്ഞു തരാം. ഈ ഒരു റെമഡി നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫേസിൻ്റെ കംപ്ലീറ്റ് ഡൾനെസ് മാറ്റി അടിപൊളി ഒരു ഫ്രഷ് വൈബ് കൊണ്ടുവരാനായിട്ട് പറ്റും. നിങ്ങളുടെ സൗന്ദര്യം കൂടുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. ഉറപ്പായിട്ടും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതുമായിരിക്കും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഒട്ടും വൈകിപ്പിക്കേണ്ട, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ മുഖം നന്നായിട്ട് കഴുകി നീറ്റാക്കി വെക്കുക. നമ്മൾ സാധാരണ എങ്ങനെയാണോ കഴുകുന്നത് അതുപോലെ ചെയ്താൽ മതി. സാധാരണ പച്ചവെള്ളത്തിലെങ്കിലും ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ, നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നായിട്ട്. എന്നിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ച് കളയണം. അപ്പോൾ ഞാൻ പാക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചെറുപയറിൻ്റെ പൊടിയാണ്. ചെറുപയറിൻ്റെ പൊടി ഞാൻ 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 തവണ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ചെറുതായിട്ടല്ലേ എടുക്കുന്നുള്ളൂ, പകുതിയല്ലേ എടുക്കുന്നുള്ളൂ, അതുകൊണ്ടാണ്. അതിനുശേഷം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ്. മാജിക് പോലെ അത് വന്നതല്ല, അത് ആക്ച്വലി ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് വിട്ടുപോയതാണ്. അതിനുശേഷം ചെയ്യേണ്ടത് തേനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 സ്പൂൺ തേൻ അതിൻ്റെ ഒപ്പം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു പിഞ്ച് കസ്തൂരി മഞ്ഞളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, അത് തന്നെ മതിയാവും. എത്ര കുറച്ചെടുക്കാൻ പറ്റുമോ അത്രയും കുറച്ചെടുത്താൽ മതി, പക്ഷേ എടുക്കണം. എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഗുണം കിട്ടത്തില്ല. നമ്മുടെ സ്കിന്നിലുള്ള പിഗ്മെൻറ്റേഷൻ മാറ്റാനും ഡാർക്ക് സ്പോട്ട്സ് മാറ്റാനും ഒക്കെ ഭയങ്കര നല്ലതാണ്. സോ കുറച്ചെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് റോസ് വാട്ടറാണ്. റോസ് വാട്ടറിലാണ് മുഴുവനും ഞാൻ മിക്സ് ചെയ്യുന്നത്. പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ പാല് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ തൈര് യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് സ്കിന്നിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പച്ചവെള്ളത്തിനെക്കാളും ഏറ്റവും ബെറ്റർ റോസ് വാട്ടറാണ്, അതുകൊണ്ടാണ് റോസ് വാട്ടർ ചേർത്തത്. തീരെ ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ പാലും തൈരും പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് വെള്ളം യൂസ് ചെയ്യാം. പക്ഷെ നല്ല റിസൾട്ട് കിട്ടുന്നത് നമുക്ക് റോസ് വാട്ടർ തന്നെ യൂസ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടിയായിട്ട് വെക്കരുത്, കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുത്ത് അപ്ലൈ ചെയ്യേണ്ട രീതിക്ക് വേണം ഇത് ഉണ്ടാവാനായിട്ട്. സോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് റോസ് വാട്ടർ വീണ്ടും യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. പകുതി റോസ് വാട്ടറും പകുതി വെള്ളം, പാൽ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് നേരം നമ്മൾ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കട്ടിയാവും. അപ്പോൾ നമ്മൾ ഇടുന്നതിന് തൊട്ട് മുന്നേ കുറച്ചുകൂടെ റോസ് വാട്ടർ ആഡ് ചെയ്ത് മിക്സ് ചെയ്യുമ്പം ഇടാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. ഇത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ചെറുപയറിൻ്റെ പൊടിയാണല്ലോ. ചെറുപയറിൻ്റെ പൊടി അങ്ങനെയാണ്, കുറച്ച് സമയം ഇരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വെള്ളമെല്ലാം വലിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ സ്കിന്നിൽ ഒരുപാട് നേരം ഇത് വെച്ചിരിക്കാനായിട്ട് പാടില്ല. ഒരു 10-15 മിനിറ്റ് മാത്രമേ വെച്ചിരിക്കാനായിട്ട് പാടുള്ളൂ. ആ ഒരു സമയത്തിൽ നമ്മുടെ സ്കിന്നിൽ വന്നിട്ട് ഇത് അബ്സോർബ് ആകുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ആ ഒരു സമയത്തിനെ നമ്മൾ വാഷ് ചെയ്ത് കളയണം. കാര്യം ഒരുപാട് ഡ്രൈ ആവുന്നവരെ വെച്ചിരിക്കുമ്പോൾ ഉണ്ടല്ലോ, ഓൾറെഡി നമ്മുടെ സ്കിന്നിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് ഇല്ലേ, അത് ഈ ഒരു പാക്ക് വലിച്ചെടുക്കും. അത് ഈ പാക്ക് എന്നല്ല, ഒരു പാക്കും നമ്മളങ്ങനെ ഫുള്ളി ഡ്രൈ ആകുന്നവരെ വെച്ചിരിക്കരുത്. ഇൻ കേസ് കുറേ നേരം വെച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് വെള്ളം തളിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് വരെ വെച്ചിരിക്കാവുന്നതാണ്. അങ്ങനെ സൂപ്പർ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് കഴുകിക്കളയാൻ തോന്നുന്നില്ല, അല്ലെങ്കിൽ ഇത് ഇനിയും വർക്കാവും എന്ന് തോന്നുന്ന പാക്ക് അങ്ങനെ ചെയ്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റോളമൊക്കെ ആകുമ്പോൾ സെമി ഡ്രൈ ആയി തുടങ്ങും. അപ്പം തന്നെ ഇത് വാഷ് ചെയ്താൽ മതി. ചെറുപയറിൻ്റെ പൊടി നമ്മുടെ ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാൻ ദ ബെസ്റ്റാണ്. എപ്പോഴും നമ്മളത് യൂസ് ചെയ്ത് കഴിയുമ്പം ഒരു പുതിയ ഗ്ലോ കിട്ടുന്ന മാതിരി ഉണ്ടാവും. ആ ഡെഡ് സെൽസും ഡാർക്ക്നെസ്സും എല്ലാം പോയിട്ട് സ്കിൻ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇത് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിലുള്ള പൊല്യൂഷൻസ്, ഡേർട്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ക്ലീൻ ചെയ്യാൻ അടിപൊളിയാണ്. മഞ്ഞൾ നല്ല രീതിയിൽ നമുക്കൊരു യെല്ലോ ഗ്ലോ ഒക്കെ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യട്ടെ, ഒരു ഗോൾഡൻ ഗ്ലോ തരാൻ ഹെൽപ്പ് ചെയ്യും, വെളുക്കാനായിട്ട് സഹായിക്കും. അങ്ങനത്തെ ടേം പറയാൻ പാടില്ലെന്നാണ് ഞാൻ കൊളോക്കിയലി പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതി. ഓക്കെ, അതിനുശേഷം നമ്മളിതിൽ തേൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തേനും സ്കിൻ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം നമ്മൾ റോസ് വാട്ടറിലാണല്ലോ ഇത് ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുത്തത്, അത് നമ്മുടെ സ്കിന്നിൻ്റെ ഒരു pH ലെവൽ ബാലൻസ് ചെയ്യാനും ഒരു പുതിയ ഗ്ലോ തരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നല്ലൊരു കൂളിംഗ് എഫക്റ്റ് തരും. സൺ ടാൻ റിമൂവ് ചെയ്യാൻ ദ ബെസ്റ്റാണ്. സോ നിങ്ങളിതൊക്കെ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം എല്ലാം തന്നെ യൂസ് ചെയ്യാം.
ഇപ്പോൾ ഇത് ഞാനൊരു 10 മിനിറ്റ് വെച്ച് ഒന്ന് സെമി ഡ്രൈ ആയിട്ടുണ്ട്, ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഒന്ന് സെമി ഡ്രൈ ആവുന്നത്. ഒത്തിരി കട്ടിയായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് ഡ്രൈ ആവും, പിന്നെ നമ്മളിതിട്ടിട്ട് എന്താ കാര്യം. അതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് വെക്കാനാണ് നമ്മൾ കുറച്ച് വാട്ടറി ആയിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തത്. അതിനുശേഷം വെറുതെ വെള്ളം ഒഴിച്ച് കഴുകിയതാണ്. ഒത്തിരി ഡ്രൈ ആയി ഫുള്ളി ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒട്ടിപ്പിടിക്കുന്ന മാതിരി ഇരിക്കും നമ്മുടെ സ്കിന്നിൽ. പിന്നെ നമ്മളത് വാഷ് ചെയ്യുമ്പോൾ കുറേ വെള്ളം ഒഴിച്ച് നമ്മൾ ഉരച്ചൊക്കെ വാഷ് ചെയ്യേണ്ടി വരും. അതിനേക്കാളും ഏറ്റവും ബെറ്റർ ഒരു സെമി ഡ്രൈ ആവുന്ന സമയത്ത് വെള്ളം തളിച്ച് കൊടുത്തിട്ട് ഒന്ന് വാഷ് ചെയ്ത് കളയുന്നതാണ്. അതാണ് ദ സേഫസ്റ്റ് വേ. സോ അത് നമുക്ക് സ്കിൻ ഇറിറ്റേഷൻസ് ഒന്നും ഉണ്ടാക്കത്തില്ല. അപ്പോൾ ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു 3-4 ദിവസമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല റിസൾട്ട് ഉണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.